എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പാർട്ടികൾക്ക് പൊതുവിൽ കിട്ടിയ വോട്ട് ശതമാന കണക്ക് എന്ന് നോക്കാം. മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചിരിക്കുന്നത് 53,69,745 വോട്ടുകളാണ്. അതായത് 9.77%. SDPI നോക്കൂ, SDPI വലിയ അവകാശവാദം അവർക്കുണ്ടായിരുന്നു, അവരുടെ പോക്കറ്റുകളിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന്. സംഭവിച്ചത് വെറും 0.74% വോട്ടുകൾ. INL 0.20% വോട്ടുകൾ. PDP 0.4% വോട്ടുകൾ. വെൽഫെയർ പാർട്ടി 0.12% വോട്ടുകൾ. ഇതിൽ INLും PDPയും ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ഒരു പാർട്ടി മുന്നണിയുടെ ഭാഗമാണ്, മറു പാർട്ടി പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് അവരുടെ ശതമാന കണക്കുകൾ. എന്നാൽ SDPIയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ശതമാന കണക്കുകൾ ഇതാ നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. സംസ്ഥാനത്ത് SDPI രണ്ട് മുന്നണികളുടെയും ഭാഗമല്ല, സ്വതന്ത്രരായി നിന്നുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്. പക്ഷേ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പലയിടത്തും പിന്തുണ നൽകുകയും പിൻവലിക്കപ്പെടുകയും അത്തരം ചില നീക്കുപോക്കുകൾ പലയിടത്തും ഉണ്ടാക്കിയിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. അതേസമയം വെൽഫെയർ പാർട്ടി ഇത്തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഒരു പരസ്യ നീക്കം അല്ലെങ്കിൽ കൂടി അവർ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ സംഭവിച്ചതെന്ന് കൂടി ഈ കണക്കുകൾ പ്രസക്തമാക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മുസ്ലിം മേഖലയിലെ പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ശതമാന കണക്കുകളാണ് നമ്മൾ കാണുന്നത്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതു തരത്തിൽ ഇവിടെ പ്രതിഫലനമുണ്ടായി എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് നോക്കാം ഇതിൻ്റെ രാഷ്ട്രീയം, ഇത് ഏതു തരത്തിൽ പ്രതിഫലിച്ചു എന്ന കാര്യം കൂടി. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഈ ഏതു തരത്തിലാണ് മുസ്ലിം മേഖലയിൽ ഉണ്ടായ ഈ ചെറുതും വലുതുമായ പാർട്ടിയുടെ പ്രകടനം? ലീഗിൻ്റെ പ്രകടനം ഏറ്റവും മികച്ചതാണ്, അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം വെൽഫെയർ പാർട്ടി, SDPI, INL, PDP അടക്കമുള്ള ചെറു പാർട്ടികൾ അവരുടെ പ്രകടന കണക്കുകൾ നോക്കുമ്പോൾ വലിയ അവകാശവാദങ്ങൾ, അവർ വെക്കുന്ന അവകാശവാദങ്ങളുമായി കാര്യമായി ചേർന്ന് പോകുന്നില്ല. വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി, അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് തുലവും തുച്ഛമായ ഒരു പ്രകടനമാണ് ഉണ്ടാവുന്നത്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ കാൻഡിഡേറ്റുകൾ അത്രയധികം കുറവായിരുന്നോ? എന്താണ് അവർക്ക് ഈ വോട്ട് ശതമാനത്തിൽ കുറഞ്ഞു വന്നിരിക്കുന്നത്? സജിത്ത്, നമ്മൾ ആ വോട്ടിന്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു ജില്ലകളിലും 1% മുകളിലേക്ക്, ജില്ലാ ശരാശരി 1% മുകളിലേക്ക് വെൽഫെയർ പാർട്ടിക്ക് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ സംസ്ഥാന ശരാശരി പോലും 0.12% മാത്രമാണ്. അതായത് 68,507 വോട്ട് മാത്രമാണ് അവർ നേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് സീറ്റുകൾ മാത്രമാണ് വെൽഫെയർ പാർട്ടി ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് കഴിഞ്ഞ തവണ അവർ കൂടുതൽ സീറ്റുകളിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ UDFുമായിട്ടുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗമായിട്ട് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മിക്കയിടത്തും UDFുമായി സഹകരിച്ചാണ് മത്സരിച്ചിട്ടുള്ളത്. അതായത് പണ്ട് അവരുടെ ചിഹ്നത്തിൽ അവർ ഒരു പഞ്ചായത്തിലെ 5 വാർഡുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 1-2 വാർഡുകളിലായിട്ട് ചുരുങ്ങുകയും മറ്റു വാർഡുകളിൽ അവർ UDFന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം തീർക്കുകയും ചെയ്തു. അതാണ് ഈ ഒരു കണക്കുകളിൽ വന്ന വോട്ടിന്റെ കുറവ് എന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച വോട്ടുകൾ, ചിഹ്നത്തിൽ ലഭിച്ച വോട്ടുകൾ മാത്രമാണ് ഇതിൽ കണക്കാക്കുക. ഒരുപക്ഷെ അതിനപ്പുറം UDFന് ലഭിച്ച വോട്ടുകൾ, ഒരുപക്ഷെ ലീഗിന് ലഭിച്ച ലീഗിന്റെ ഉയർന്ന വോട്ടിംഗ് ശരാശരിക്ക് ഒരു കാരണമായതുകൂടി വെൽഫെയറിന്റെ പിന്തുണയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതായത് മുൻപ് അവർക്ക് ലഭിക്കാത്ത വോട്ടുകൾ ഇപ്പോൾ കോണി ചിഹ്നത്തിൽ ലഭിച്ചത് വെൽഫെയറിന്റെ കൂടി പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ടാണ് ലീഗിൻ്റേത് ഉയരുകയും വെൽഫെയറിൻ്റേത് അല്പം കുറയുകയും ചെയ്തത് എന്നൊരു കണക്കാണ്. അത്തരത്തിലൊരു വിശദീകരണമാണ് വെൽഫെയർ പാർട്ടി നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നീക്കുപോക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതെന്ന് അവർ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനുണ്ടായ ആ വലിയൊരു മാറ്റം അത് ലീഗിന്റെ മാത്രം ക്രെഡിറ്റ് ആണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ SDPയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ SDPയുടെ കണക്കുകൾ അല്പം കൂടി വ്യത്യസ്തമാണ്. കാരണം അവർ ആരുമായി സഖ്യമില്ല എന്ന് പറഞ്ഞു തന്നെയാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ പലയിടത്തും നീക്കുപോക്കും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിലും മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് 1% മുകളിൽ, ജില്ലാ ശരാശരിയുടെ 1% അവർക്ക് വോട്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് അവർക്ക് 1.45%, അതായത് 1,86,070 വോട്ടുകൾ അവർ നേടിയിട്ടുണ്ട് ആകെ. കണ്ണൂരിലാണെങ്കിൽ 44,905. അങ്ങനെ ഈ 2 ജില്ലകളിൽ മാത്രമാണ് അവർ 1% വോട്ട് നേടിയിരിക്കുന്നത്. അവർക്ക് താരതമ്യം ചെയ്യുമ്പോൾ വെൽഫെയർ പാർട്ടിയേക്കാൾ വോട്ടിംഗ് കണക്കിൽ അവർ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടാം. വെൽഫെയർ പാർട്ടിക്ക് 0.12 ആണെങ്കിൽ
SDPIക്ക് 0.74 സംസ്ഥാന ശരാശരി. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന തരത്തിൽ അവർ അവകാശപ്പെടുന്നത് പോലെ വലിയ ഒരു സ്വാധീനം ഈ വോട്ടുകളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ ധ്രുവീകരണം എന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തോൽവിയുടെ കാരണം കണ്ടെത്തൽ അതിനെ സാധൂകരിക്കുന്ന കണക്കുകളാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നതോടെ വ്യക്തമായിരിക്കുന്നത്. ലീഗിന്റെ വോട്ടിംഗ് ശരാശരി മുൻപത്തേക്കാൾ വർദ്ധിച്ചതിന് പ്രധാനമായി കാരണം അവർ അവകാശപ്പെടുന്നത്, അതായത് ലീഗ് അവകാശപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരമാണ്. അതിനൊപ്പം വെൽഫെയർ പറയുന്നത് ഞങ്ങളുടെ വോട്ടുകൾ ലീഗിലേക്ക് പോയതുകൊണ്ടാണ് ലീഗിന്റെ വോട്ട് കൂടിയതും ഞങ്ങളുടെ വോട്ടിംഗ് ശരാശരി കുറഞ്ഞതെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ SDPIയുടെ വോട്ട് ശരാശരി എന്തുകൊണ്ട് കൂടിയില്ല എന്നതിന് സ്വാഭാവികമായിട്ടും SDPIക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതാണ് സാഹചര്യം. എന്തായാലും അനുമത് ശരിയാണ്. അനുമത് സൂചിപ്പിച്ചതുപോലെ ലീഗിന് വോട്ട് ശതമാനത്തിൽ അവരുടെ മേഖലകളിൽ അവർ പോക്കറ്റുകളിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട്. പക്ഷേ ജില്ലാ കണക്കെടുപ്പിലും ഈ തരത്തിൽ വർധനവുണ്ടായിട്ടില്ല വെൽഫെയർ പാർട്ടി SDPI അടക്കമുള്ള കക്ഷികൾക്ക് എന്നത് കൂടിയാണ് സാഹചര്യം. അവർക്ക് അതിനുള്ള ന്യായം ഇത്തവണ അവരുടെ കാൻഡിഡേറ്റുകൾ കുറവായിരുന്നു, മറിച്ച് മുന്നണിക്ക് പൊതുവായ പിന്തുണ നൽകാൻ പോയി എന്നതാണ് വാദം. ഒരുപക്ഷേ ആ വാദം ശരിയായിരിക്കാം. കാരണം ഈ കണക്കെടുപ്പ് എന്നത് പാർട്ടി സ്ഥാനാർത്ഥികളുടെ കണക്കെടുപ്പ് മാത്രമേ ഈ കണക്കിൽ ഉൾപ്പെടുകയുള്ളൂ, വോട്ട് ശതമാനമായി ഉൾപ്പെടുകയുള്ളൂ എന്നതുകൂടിയാവാം. എന്തായാലും വളരെ നന്ദി അനുമോദം.